ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 34-ാം ദിനം. ഇന്നത്തെ ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിഷയം ക്രൂശിലെ സ്നാനം എന്നതാണ്. ഇതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ആദ്യം നോക്കാം. സെബദിമക്കളായ യാക്കോബും യോഹന്നാനും ഒരു അഭ്യർത്ഥനയുമായി യേശുവിൻ്റെ അടുക്കൽ വരുന്നു. അവരുടെ ആവശ്യം ഇതാണ്: നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം. അപ്പോൾ യേശു അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു: ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കാനും നിങ്ങൾക്ക് കഴിയുമോ? ഈ ചോദ്യത്തിന് ഇന്ന് വളരെയധികം പ്രസക്തിയുണ്ട്. എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം. എന്നാൽ അതിനുവേണ്ടി കഷ്ടപ്പെടാനോ പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കാനോ ആരും തയ്യാറല്ല. തങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് യാക്കോബും യോഹന്നാനും യേശുവിനോട് ഇത് ചോദിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ പാനപാത്രം സ്നാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ അനുഭവിക്കാൻ പോകുന്ന വേദനയും യാതനയുമാണ്. കഷ്ടതയുടെ പാനപാത്രവും വേദനയുടെ സ്നാനവുമാണത്. സ്നാനം എന്നത് നമുക്ക് വളരെ സുപരിചിതമായ പദമാണ്. എന്നാൽ എന്താണ് ക്രൂശിലെ സ്നാനം? ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ക്രൂശിലെ സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സുകൊണ്ട് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്യുക എന്നതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പാപങ്ങൾ നിറഞ്ഞ നമ്മുടെ പഴയ ജീവിതത്തിന് ക്രൂശിൽ അന്ത്യം സംഭവിക്കുകയും സ്നാനപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് ഒരു പുതിയ ജീവിതം മനസ്സുകൊണ്ട് അവിടെ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. നാം എല്ലാ വർഷവും നോമ്പാചരിക്കുന്നു, വേദഭാഗങ്ങൾ ധ്യാനിക്കുന്നു, പീഡാനുഭവ വാരം കൊണ്ടാടുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നുണ്ടോ? ഇതെല്ലാം കേവലം ബാഹ്യ പ്രകടനങ്ങൾ മാത്രമായി ചുരുങ്ങുകയല്ലേ? നമ്മുടെ അകത്തെ മനുഷ്യൻ കുറച്ചെങ്കിലും മെച്ചപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമല്ലേ? ഈ വേദഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്: സെബദിമക്കളായ യാക്കോബും യോഹന്നാനും സ്വാർത്ഥമതികളായി മറ്റുള്ളവർ അറിയാതെ ഉന്നത സ്ഥാനം തട്ടിയെടുക്കാൻ ആഗ്രഹിച്ചുവെന്ന്. എന്നാൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നാം കാണുന്നത് ഇതറിഞ്ഞ മറ്റ് 10 ശിഷ്യന്മാർക്ക് ഇവരോട് നീരസം തോന്നി എന്നാണ്. ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്: ആ 10 പേരും ഈ സ്ഥാനം ആഗ്രഹിച്ചിരുന്നു എന്ന്. ഇല്ലെങ്കിൽ അവർക്ക് ഇവരോട് നീരസം തോന്നേണ്ട കാര്യമില്ലല്ലോ. തൻ്റെ 12 ശിഷ്യന്മാരും സ്ഥാനമോഹികളാണ് എന്ന് തിരിച്ചറിഞ്ഞ യേശു അവർക്ക് ഒരു ആഹ്വാനം നൽകുന്നതായി ഈ ഭാഗത്ത് കാണുന്നു. നിങ്ങളിൽ മഹാനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷക്കാരനാകണം. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. വലിയൊരു വൈരുദ്ധ്യം ഇതിൽ തോന്നുന്നുണ്ടല്ലേ? ആരുടെയും ശുശ്രൂഷക്കാരനോ ദാസനോ ആകാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും മഹാനും ഒന്നാമനുമാകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരാൾക്ക് എങ്ങനെ സാധിക്കും? എന്നാൽ അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രൂശിലെ സ്നാനത്തിൽ പങ്കുചേരാൻ കഴിയൂ. തൻ്റെ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശവും യേശു ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, പിന്നെയോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവനെ നൽകാനുമാണ്. യേശുവിൻ്റെ ഈ വാക്കുകൾ പഠിപ്പിക്കൽ മാത്രമായി ഒതുങ്ങിയില്ല. ഇതവൻ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നു. അന്ത്യ അത്താഴത്തിനിടയിൽ ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിലൂടെ യേശു താൻ പറഞ്ഞ കാര്യം ചെയ്തു കാണിച്ചു. ഈ വേദഭാഗം നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ അഹംഭാവം വെടിഞ്ഞ് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുൻപിലും വിനയമുള്ളവരായി
നിസ്വാർത്ഥ സ്നേഹം നൽകുന്നവരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നാം ഒന്നുമല്ല എന്നും നമുക്ക് ഇന്നുള്ളതൊക്കെ ഏതു നിമിഷവും നഷ്ടപ്പെടാമെന്നും നാം ഇന്നായിരിക്കുന്നത് എന്തുതന്നെയായാലും അത് ദൈവകൃപയാലാണ് എന്നുമുള്ള തിരിച്ചറിവാണ് നമുക്കാവശ്യം. ഈ നോമ്പുകാലത്ത് ആ ഒരു തിരിച്ചറിവുണ്ടാകുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ. ആമേൻ.